പ്രതിപക്ഷത്തിന് വളരെയധികം ആശ്വാസം പകരുന്ന ഒന്നാണ് ഇന്ത്യ മുന്നണി അതിശക്തമായ രീതിയിൽ തിരിച്ചു വരുന്നത്. 3 സംസ്ഥാനങ്ങളിലേറ്റ തിരിച്ചടി കോൺഗ്രസിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് കരുതിയെങ്കിലും ഇപ്പോഴും കോൺഗ്രസ് തന്നെയാണ് ഇന്ത്യ മുന്നണിയെ നയിക്കുന്നതെന്ന സൂചന മറ്റു പാർട്ടികളെല്ലാം നൽകിയ ഒരു യോഗം കൂടിയാണ് ഇന്നലെ നടന്നത്. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആരെയും ഉയർത്തിക്കാണിക്കാതെ പരമാവധി എംപിമാരെ വിജയിപ്പിച്ചെടുക്കും വിധം എത്രയും വേഗം സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ ഇന്നലത്തെ പ്രതിപക്ഷ ഇന്ത്യ സഖ്യയോഗം തീരുമാനിച്ചിരിക്കുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സീറ്റ് വിഭജനം, അതുപോലെ സംയുക്ത പ്രചരണത്തിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കൽ, തെരഞ്ഞെടുപ്പിൽ BJPയെ നേരിടാനുള്ള തന്ത്രം എന്നിവ ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് ഇന്ത്യ മുന്നണി ഇന്നലെ യോഗം ചേർന്നത്. മുന്നണിയുടെ 4ാമത്തെ യോഗമാണിത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സംയുക്ത പ്രചരണം ജനുവരി 30-ന് ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളും യോഗത്തിൽ പുറത്തുവിട്ടു. ഏതായാലും പൂർവാധികം ശക്തിയോടെ തന്നെ പ്രതിപക്ഷം ഐക്യം തുടരുന്നു എന്നതിൽ BJPക്ക് വലിയ ആശങ്കയാണ് ഇന്നലെ മുതലുള്ളത്. കാരണം പാർലമെന്റിൽ ലഭിച്ച നാണക്കേടും തോൽവിയും ഈ രാജ്യം മുഴുവൻ തുറന്നുകാട്ടാൻ പ്രതിപക്ഷത്തിന് സാധിക്കുന്നു എന്നത് ഈ അവസാന നിമിഷം മോദി സർക്കാരിന് കിട്ടുന്ന ഏറ്റവും വലിയ പരാജയമാണ്. ഇതിൽ തന്നെ വളരെ അപ്രതീക്ഷിതമായി സഖ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മല്ലികാർജുൻ ഖർഗെയുടെ പേര് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും യോഗത്തിൽ നിർദ്ദേശിച്ചത് തന്നെ കോൺഗ്രസിനോട് പലപ്പോഴും എതിർപ്പ് കാണിക്കുന്നവരുടെ ഒരു അംഗീകാരമായി പാർട്ടി കണക്കാക്കുകയാണ്. എന്നാൽ ഖർഗെയുടെ പേര് നിർദ്ദേശിച്ചുവെങ്കിലും അദ്ദേഹം അത് അംഗീകരിച്ചില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത യോഗത്തിലുണ്ടായത്. എംപിമാരെ ജയിപ്പിച്ചെടുക്കുകയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രഥമ ലക്ഷ്യമെന്നും അവരാണ് പ്രധാനമന്ത്രിയെ തീരുമാനിക്കേണ്ടതെന്നും പാർട്ടി അധ്യക്ഷൻ കൂടിയായ ഖർഗെ വ്യക്തമാക്കിയതോടെ കോൺഗ്രസിൻ്റെ നിലപാടാണ് അവിടെ ഉയർന്നു കണ്ടത്. പരമാവധി എംപിമാരെ ജയിപ്പിച്ച് 2024 പൊതു തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടുകയാണ് പ്രഥമ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി ആരെന്ന് അതിനുശേഷം എംപിമാരെല്ലാവരും കൂടി തീരുമാനിക്കുമെന്നും യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച ഖർഗെ വ്യക്തമാക്കുകയുണ്ടായി. മമതാ ബാനർജിയും കെജ്രിവാളും ഒപ്പം 12ഓളം വരുന്ന വിവിധ പാർട്ടി പ്രതിനിധികളും പ്രതിപക്ഷ സഖ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഖർഗെയെ നിർദ്ദേശിച്ചത് തന്നെ കോൺഗ്രസിന് കിട്ടുന്ന വലിയ അംഗീകാരമാണ്. അപ്പോഴും ആദ്യം ഇന്ത്യ സഖ്യം ജയിച്ചു വരികയാണ് വേണ്ടത് എന്ന് ഖർഗെ പറയുന്നത് വളരെ സ്നേഹത്തോടെയാണ് എല്ലാവരും കൈയടിച്ചത്. ആരെ പ്രധാനമന്ത്രിയാക്കുമെന്നത് പിന്നീടുള്ള കാര്യമാണ്. എംപിമാർ എണ്ണം തികച്ചില്ലെങ്കിൽ പിന്നെ പ്രധാനമന്ത്രിയുടെ കാര്യം പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് എന്നാണ് ഖർഗെ ചോദിച്ചത്. എംപിമാരുടെ എണ്ണം കൂട്ടാനായി എല്ലാവരും ഒരുമിച്ച് നിന്ന് പോരാടി ഭൂരിപക്ഷം നേടാൻ സഖ്യം പരിശ്രമിക്കുമെന്നും ഖർഗെ വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ഖർഗെയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നതോടെ BJPയുടെ നട്ടെല്ല് തകർക്കുന്ന തീരുമാനമായി അത് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ് കൂടുതലും. കാരണം ഒരു ദളിത് നേതാവ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുക എന്നത് BJPക്ക് സാധിച്ചിട്ടില്ലാത്ത കാര്യമാണ്. കഴിഞ്ഞ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്നുള്ള രാംനാഥ് കോവിന്ദിനും ദ്രൗപദി മുർമുവിനുമെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തിയതിന് ഭരണകക്ഷിയായ BJPയിൽ നിന്ന് പ്രതിപക്ഷം അതിരൂക്ഷമായ വിമർശനം നേരിട്ട് നമ്മൾ കണ്ടു. കോൺഗ്രസും മറ്റു പാർട്ടികളും ദളിതർക്കും ആദിവാസികൾക്കും എതിരാണെന്ന് BJP അന്ന് ആരോപിക്കുന്നതും നമ്മൾ കേട്ടു. ഇതിനെ മറികടക്കാനാകും എന്നു മാത്രമല്ല, ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി ഒരു ദളിത് നേതാവ് വരുന്നതിനെ തള്ളിക്കളയാൻ BJPക്ക് കഴിയാതെ വരികയും ചെയ്യും. അതിനാണ് ഖർഗെയുടെ പേര് മുന്നിൽ കൊണ്ടുവരുന്നത് എന്നാണ് പുറത്തുവരുന്ന സൂചന. സ്ഥാനാർത്ഥി നിർണയം കഴിയുന്നതോടെ ഇതിന് കൂടുതൽ വ്യക്തത വരും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഏതായാലും നരേന്ദ്രമോദിയുടെ 3ാം ഭരണം അത്ര എളുപ്പമല്ല എന്നതിൻ്റെ സൂചനയാണ് ഇന്ത്യ മുന്നണിയുടെ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത്.